الحمد لله وحده الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الموفين أحدا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا وقال نبينا محمد صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم بالأحاديث الذي ما لم تسمعوا أنتم وآباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. ബഹുമാനവും ആദരവും നിറഞ്ഞ നല്ലവരായ ഈ സമ്മേളനത്തിന്റെ സംഘാടകരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ സംഗമിച്ചിട്ടുള്ള കയ്പമംഗലം മേഖല SKSSFന്റെ കർമ്മോത്സുകരായിട്ടുള്ള പ്രവർത്തകരെ അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ സംഘാടകര്, സഹായികള്, സഹകാരികള് അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ സന്തോഷദായകമായ അവസ്ഥയിൽ പടച്ചറപ്പിന്റെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗമം ആണിത്. ലോകത്തിന്റെ നാനാവിധ ദിക്കുകളിൽ പലവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ യുവത്വങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSFന്റെ പ്രതിനിധികളായിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട്. സമകാലിക ലോകത്തിന്റെ ചിത്രം വളരെ കൃത്യമായി നമ്മളെല്ലാം മനസ്സിലാക്കിയ ആളുകളാണ്. പല രൂപത്തിലുള്ള സംഘടനകളും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും അരങ്ങുവാഴുന്ന ഈ ഒരു സമകാലിക ലോകത്ത് ധർമ്മവും നീതിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മഹിതമായ പണ്ഡിത സഭയ്ക്ക് കീഴിൽ ഒരുമിക്കുവാനും സംഗമിക്കുവാനും അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിക്കൊണ്ട് നിലകൊള്ളുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സംഘാടനം, ലക്ഷ്യം, ഫലം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളെല്ലാവരും തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ എല്ലാം, അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും ആ സൃഷ്ടിജാലങ്ങൾക്കെല്ലാം സംഘടനാപരമായിട്ടുള്ള ഒരു കഴിവിനെ അല്ലാഹു തആല അതിന്റെ സൃഷ്ടിപ്പോട് കൂടെ തന്നെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുൽ ശരീഫ് ഈ സോഷ്യൽ സിസ്റ്റത്തെ കൃത്യമായി കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുൽ ശരീഫ് നിർവചിച്ചിട്ടുണ്ട്. ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാ ഹൈവാനാത്തുകളും, എല്ലാ മൃഗങ്ങളും, എല്ലാ പക്ഷികളും, ഈ പറയപ്പെട്ട എല്ലാ വർഗങ്ങൾക്കും സാമൂഹികമായുള്ള ഒരു കൂടിച്ചേരൽ എന്ന പ്രക്രിയ അല്ലാഹു തആല അവകളെ സൃഷ്ടിച്ചതോടുകൂടെ തന്നെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരുപാട് വൈജാത്യങ്ങളുണ്ട്. ഈ വൈജാത്യങ്ങളോട് കൂടെ തന്നെ ഒരു ഏകതീയമായ സ്വഭാവവും ഈ സൃഷ്ടിപ്പിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. കൂടിച്ചേരുക, സംഗമിക്കുക, സമൂഹമായി ജീവിക്കുക എന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി എല്ലാ സൃഷ്ടിജാലങ്ങൾക്കിടയിലും കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുൽ ശരീഫ് ജീവജാലങ്ങളിലെ ഈ സാമൂഹിക വ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കും നമ്മൾ മാത്രമാണ് സംഘടിതമായിക്കൊണ്ട് ഇങ്ങനെ സമ്മേളിക്കുന്നത് എന്ന്. അത് തെറ്റായ ഒരു കാര്യമാണ്, തെറ്റായ ഒരു കണ്ടെത്തലാണ്. മനുഷ്യന് മാത്രമാണ് സമൂഹമായി ജീവിക്കുന്നത് എന്ന കണ്ടെത്തൽ എവിടെയും ഇല്ല.
പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അത്തരം കണ്ടെത്തലുകൾക്ക് എതിരുമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി എന്തെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ സുമ്മ ഇലാ റബ്ബിഹിം യഹ്ശറൂൻ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് വളരെ കൃത്യമായി കൊണ്ട് ജീവികൾക്കിടയിൽ, പക്ഷിവർഗങ്ങൾക്കിടയിൽ, പറവകൾക്കിടയിൽ കണ്ടുവരുന്ന ഈ സാമൂഹിക വ്യവസ്ഥിതി വളരെ കൃത്യമായി കൊണ്ട് ഖുർആൻ നിർവചിക്കുന്നുണ്ട്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹിഹി. ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മൃഗങ്ങളും, ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പറവകളും പക്ഷികളും, അവകളെല്ലാം തന്നെ ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ സമൂഹങ്ങൾ തന്നെയാണ്. അപ്പൊ ഒരു സമൂഹമാകുമ്പോൾ നേതാവുണ്ടാകും. സമൂഹമാകുമ്പോൾ ആ സമൂഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ശത്രുപടയെ പ്രതിരോധിക്കുന്ന സംഘങ്ങളുണ്ടാകും. അവകൾക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന ആളുകളുണ്ടാകും. ഈ രൂപത്തിലുള്ള പലവിധത്തിലുള്ള കാര്യങ്ങളും ഒരു സമൂഹമാകുമ്പോൾ നമുക്കവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. അതേ രൂപത്തിൽ അല്ലാഹു തആല പറയുന്നു, ഈ പറയപ്പെട്ട മൃഗങ്ങളും ഈ പറയപ്പെട്ട പറവകളും പക്ഷികളും എല്ലാം നിങ്ങളെപ്പോലത്തെ സമൂഹങ്ങൾ തന്നെയാണ്, നമ്മെപ്പോലത്തെ സമൂഹങ്ങൾ തന്നെയാണ്. അവകൾ സാമൂഹികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സാമൂഹികമായി സംഘടിക്കുക എന്നുള്ളത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയല്ല. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുവാനും പാടില്ല. അത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് എതിരുമാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ തഫ്സീറിൽ ഖുർത്തുബി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നു, ഇല്ല ഉമമൻ അംസാലക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഐഹും ജമാഅത്തും മിസ്ലക്കും, നിങ്ങളെപ്പോലത്തെ സമൂഹങ്ങളാണ്, നിങ്ങളെപ്പോലത്തെ സമൂഹങ്ങളാണ്. നമ്മൾ കാണുന്ന സുപരിചിതമായ കാക്ക, ആ കാക്ക ഒരു സമൂഹമായിട്ടാണ് ലോകത്ത് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുവരുന്ന മറ്റു ഇതര പക്ഷികൾ, പറവകൾ, മൃഗങ്ങൾ, അവകൾക്കിടയിലെല്ലാം ഒരു സാമൂഹികമായ അന്തരീക്ഷമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ വിളിച്ചോതുന്നു. വളരെ വ്യക്തമായിട്ടാണ് ഖുർആൻ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ വളരെ നിസ്സാരമായി കണക്കാക്കുന്ന, വളരെ നിസ്സാരമായി കൊണ്ട് നമ്മൾ കണ്ടുവരുന്ന ഉറുമ്പ്, ആ ഉറുമ്പുകൾക്കിടയിൽ വരെ സാമൂഹികമായ ജീവിതമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഉറുമ്പ്, ആ ഉറുമ്പ് വരെ വളരെ കൃത്യമായി സാമൂഹിക ജീവിതം നയിക്കുന്ന ജീവിയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അത് വളരെ നിസ്സാരമാണ്. പക്ഷേ ആ ഉറുമ്പുകൾക്കിടയിൽ ഒരു നേതാവുണ്ട്, ആ ഉറുമ്പുകൾക്കിടയിൽ പ്രജകളുണ്ട്, ആ ഉറുമ്പുകൾക്കിടയിൽ അവരെ നയിക്കുവാൻ ചില പ്രത്യേകമായ കാര്യശേഷിയും ബോധവും ഉള്ള ആളുകളുണ്ട്. ആ കാര്യവും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് വളരെ വ്യക്തമായി കൊണ്ട് വരച്ചു കാണിച്ചിട്ടുണ്ട്. സൂറത്തുൻ നംലിൽ അല്ലാഹു തആല പറഞ്ഞുവല്ലോ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പുകൾ കൂട്ടിയിരിക്കുന്ന ഒരു വഴിയിലൂടെ മഹാനവർകൾ നടന്നു പോകാൻ സാഹചര്യമുണ്ടായപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സംഘാംഗങ്ങളും ആ ഉറുമ്പുകളെ ചവിട്ടി മരിക്കുവാനും സാഹചര്യമുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട സമയത്ത് ആ ഉറുമ്പുകളുടെ നേതാവ് പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംല ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്കുറൂൻ. ആ ഉറുമ്പിന്റെ നേതാവ് പറയുന്നു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘാംഗങ്ങളും നടന്നു വരുന്ന ഘട്ടത്തിൽ സുലൈമാൻ നബിയും പടയും ഈ ഉറുമ്പുകളെ ചവിട്ടി മതിക്കുമോ എന്ന് ഭയപ്പെട്ട സമയത്ത്, ആ സമയത്താണ് ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞത്, ഖാലത്ത് നംല, ഒരു ഉറുമ്പ് പറഞ്ഞു, കൂട്ടത്തിൽ ഒരു ഉറുമ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ ഉറുമ്പ് ആരാണ്? ആ ഉറുമ്പ് ആ ഖൗമിന്റെ സയ്യിദത്തായിരുന്നു, നേതാവാണ്, അവരുടെ നേതാവാണ് പറയുന്നത്. ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു, സുലൈമാൻ രാജാവും അദ്ദേഹത്തിന്റെ പടയുമാണ് കടന്നു വരുന്നത്, നിങ്ങളെ ചവിട്ടി മതിക്കും. ഉദഖുലൂ മസാകിനക്കും,
കൂട്ടിൽ പ്രവേശിച്ചു കൊള്ളൂ. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഊൻ. അവര് നിങ്ങളെ ചിലപ്പോൾ കാണൂല, നിങ്ങളെ മനസ്സിലാക്കൂല. അപ്പൊ നിങ്ങളെ കാണാത്തത് കാരണം അവര് ചവിട്ടി വധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂട്ടിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഉറുമ്പുകളുടെ നേതാവ് വിളിച്ചു പറയുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് വളരെ കൃത്യമായിക്കൊണ്ട് ഈ ആയത്ത് ഉദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഇതിന് തഫ്സീർ നൽകുന്ന കൂട്ടത്തിൽ പറയുന്നു, ഏത് അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകൾക്കും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക്, പറവകളാവട്ടെ മൃഗങ്ങളാവട്ടെ, അവകൾക്കൊക്കെ ഒരു സാമൂഹികമായ വ്യവസ്ഥിതിയുണ്ട്. അവകളെ നയിക്കുവാൻ, അവകളെ സംരക്ഷിക്കുവാൻ നേതാക്കളുണ്ട്, അവരുടെ കാര്യം നോക്കുവാൻ ആളുകളുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കിയതും അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടുണ്ടായിട്ടുള്ള രംഗങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് വിവരിച്ചതും എല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഞാൻ ആകമത്വം പറഞ്ഞു വന്നത്, ഒരു സോഷ്യൽ സിസ്റ്റം അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്കിടയിലെല്ലാം ഉള്ളതാണ്. മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായ ഒരു കാര്യം അല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ലൗലാ അന്നൽ ഖിലാബ ഉമ്മത്തും മിനൽ ഉമമി ലഅമർതു ബിഖത്ലിഹാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, ലൗലാ അന്നൽ ഖിലാബ ഉമ്മത്തും മിനൽ ഉമം. നായ എന്ന് പറയപ്പെടുന്ന വർഗം, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന വർഗം. ഇന്നത്തെ കാലത്ത് നായനെ തൊട്ട സീവിയർ കുറ്റ. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുകളുണ്ട്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ആളുകളുണ്ട്. നിയമസഭയ്ക്ക് മുൻപിൽ നായയുടെ സംരക്ഷണാർത്ഥം അവർക്ക് വേണ്ടി ശബ്ദിക്കുവാനും അവർക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുവാനും എല്ലാം ഇന്ന് സംഘടനകളുണ്ട്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് ഇത്തരമൊരു സാഹചര്യത്തിൽ പറയപ്പെടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ലൗല അന്നൽ കിലാബ ഉമ്മത്തും മിനൽ ഉമം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നായ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം അത് നിങ്ങളെപ്പോലത്തെ ഒരു സമൂഹമായിട്ട് തന്നെയാണ് വസിക്കുന്നത്. അല്ല എങ്കിൽ, അതിനൊരു സാമൂഹികമായ വ്യവസ്ഥിതി നായക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ലഅമർതു ബിഖത്ലിഹ, ഞാൻ അതിനെ കൊല്ലുവാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഹദീസ് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, നസായി, ഇബ്നു മാജ, തുർമുദി തുടങ്ങിയിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എല്ലാം തന്നെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. ലൗല അന്നൽ കിലാബ ഉമ്മത്തും മിനൽ ഉമം, ഉമ്മത്തിൽപ്പെട്ട ഒരു സമൂഹങ്ങളിൽപ്പെട്ട ഒരു സമൂഹമായി മാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ വർഗത്തെ കൊല്ലുവാൻ വേണ്ടി, വധിക്കുവാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നുവെന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നായയെ കൊല്ലാന് ഇത്രമേൽ താല്പര്യം കാണിച്ചതിന്റെ അതിന്റെ അടിസ്ഥാനവും അതിന്റെ കാര്യങ്ങളും അതിന്റെ കാരണങ്ങളും അതിന്റെ ബഹ്സ്, അതിന്റെ ഡിസ്കഷൻ അതങ്ങനെ നീണ്ടുപോകും. അതിലേക്ക് കടക്കുന്നില്ല. ഞാനിവിടെ സൂചിപ്പിച്ചു വന്നത്, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ എല്ലാത്തിനും ഒരു സാമൂഹികമായ വ്യവസ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. അതാണ് സ്ഥിരപ്പെടുത്തി വന്നത്. മനുഷ്യർക്കിടയിലുമുണ്ട്. എന്നാൽ മനുഷ്യർക്കിടയിലുള്ള ഈ സാമൂഹിക വ്യവസ്ഥിതി ഒരുമിച്ച് കൂടുവാനുള്ള മനുഷ്യന്റെ ഈ ടെൻഡൻസി, മനുഷ്യന്റെ ഈ പ്രത്യേകമായിട്ടുള്ള താല്പര്യം, അത് മറ്റു മൃഗങ്ങളെ തൊട്ട് മറ്റു ഇതര രൂപത്തിലുള്ള അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളെ തൊട്ട് വിഭിന്നമാണ്. മഹാനായ സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ സംഘടനക്കും സംഘാടനത്തിനും, അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇജ്തിമാഇന്റെ ആദ്യത്തെ രൂപം ലോകത്തിന് പരിചയപ്പെടുത്തി തന്നത് സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഈ സോഷ്യൽ സിസ്റ്റത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാമൂഹികമായ വ്യവസ്ഥിതിയെ എതിർത്തുകൊണ്ട് ഒരാൾക്കും ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാനൊരു വിഭാഗത്തിന്റെ ആളാകൂല, ഞാനൊരു സംഘടനയുടെയും ആളാകൂല, എനിക്കൊരു മനുഷ്യന്റെ സഹായവും ആവശ്യമില്ല എന്ന രൂപത്തിൽ ഒരു അദ്ദേഹം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് അസാധ്യമായി, ഇമ്പോസിബിൾ.
പ്രധാനമായിക്കൊണ്ടും 3 കാരണമാണ്. ഒരു സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ മാറുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യരെ സംബന്ധിച്ച് പരാശ്രയത്വം, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഏത് ഘട്ടങ്ങളിലും മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു. ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലേ? ഒന്നിനെയും ആശ്രയിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഖാലിഖായ അല്ലാഹുവിനെ മാത്രമാണ്. ഒന്നിനെ ആശ്രയിക്കേണ്ടതില്ലല്ലോ. അതല്ലേ അള്ളാഹുവിന്റെ പ്രത്യേകത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്. എന്താ സമദിന്റെ അർത്ഥം? സമദിന്റെ അർത്ഥം എന്താണ്? എല്ലാ കാര്യത്തിലും. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് വളരെ സുപരിചിതമായിട്ടുള്ള സൂറത്തല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു അഹദ് അർത്ഥം പറയും. അല്ലാഹു സമദ്. എല്ലാം ഒരു വസ്തുവിനെയും അല്ലാഹു ആശ്രയിക്കുന്നില്ല. എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വസ്തുവിനെയും അല്ലാഹു ആശ്രയിക്കുന്നില്ല. പിന്നെ ഇവിടെ മലക്കുകൾ എന്തിനാ? ഇവിടെ മഴ വർഷിപ്പിക്കാൻ മലക്കുകൾ ആവശ്യം എന്താ? ഇവിടെ മനുഷ്യന്മാരുടെ അർവാഹകൾ, ആത്മാക്കൾ പിടിക്കാൻ മലക്കുകളുടെ ആവശ്യം എന്താ? ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ദിവ്യ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ജിബ്രീലിന്റെ ആവശ്യം എന്താ? ഇവിടെ സൂറന്ന കാഹളത്തിൽ ഊതുവാൻ ഒരു മലക്കിന്റെ ആവശ്യം എന്താ? അല്ലാഹു തആല ഈ രൂപത്തിൽ മലക്കുകളെ സംവിധാനിച്ചത് ഒരു വസീലയായിട്ടാണ്, ഒരു ഉപാധിയായിട്ടാണ്, ഒരു മീഡിയേറ്ററുടെ റോളിലാണ്. അള്ളാഹുവിന് അവരെ കൂടാതെ ഇത് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടോ? ഒരു ഉപാധിയായിട്ട് മനുഷ്യനെ കാണുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അള്ളാഹു തആല ഈ മലക്കുകളെ സംവിധാനിച്ചിട്ടുള്ളത്, അല്ലാതെ ഒന്നിനുമല്ല. അപ്പൊ ഒരു വസ്തുവിനെയും അള്ളാഹു ആശ്രയിക്കുന്നില്ല. എന്നാൽ എല്ലാ വസ്തുക്കളും ആരെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു? അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. സ്വമദിന്റെ അർത്ഥം. അപ്പൊ അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ പരാശ്രിതന, മറ്റു എന്തിനേയും ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യന്റെ. അപ്പൊ അങ്ങനെ ഒരു നീക്കുപോക്ക് മാത്രമേ മനുഷ്യനെ കൊണ്ട് സാധിക്കൂ. അതുകൊണ്ട് ഒരു സംഘടന, ഒരു സമൂഹം, ഒരു സമൂഹത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. കാരണം നമ്മൾ മനുഷ്യർ മറ്റുള്ളതിനെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്നു, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമുക്ക് ജീവിതത്തിൽ സുരക്ഷ പ്രധാനമാണ്. ജീവിതത്തിൽ സുരക്ഷ വളരെ പ്രധാനമാണ്. നമ്മൾ പറഞ്ഞുവല്ലോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖിസ്സ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ചരിത്രത്തിലുള്ള ഉറുമ്പ്, ആ ഉറുമ്പ് തന്റെ പ്രജകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. മറ്റുള്ളവർ ചവിട്ടി പതിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഒഴിഞ്ഞു പോകുവാൻ ആ ഉറുമ്പ് അവരോട് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ വൈയക്തികമായ ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലും സുരക്ഷ വേണം നമുക്ക്. നമ്മുടെ ജീവിതത്തിന് സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ആ ഒരു കാരണത്താലും നമ്മൾ ഒരു സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി തീരണം. പിന്നെ നിങ്ങൾ നോക്കൂ, മൂന്നാമത്തെ ഒരു കാരണം, മനുഷ്യനെ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസാധ്യമാണ്. ലോകത്ത് അങ്ങനെ ജീവിച്ചൊരു മനുഷ്യന്റെ പേരില്ലല്ലോ. അങ്ങനെ ചരിത്രത്തിൽ ഏകനായി ജീവിച്ചൊരു മനുഷ്യനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ല, കഴിയില്ല. ഏകനായി ഏകാന്തനായി ജീവിച്ചു പോയൊരു മനുഷ്യനുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഈ പറയപ്പെട്ട 3 കാരണത്താലും മനുഷ്യനൊരു സമൂഹത്തിന്റെ ഭാഗമായി മാറുക, ടു ബി എ പാർട്ട് ഓഫ് എ സൊസൈറ്റി, ഒരു സമൂഹത്തിന്റെ ഭാഗമായി വർത്തിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ആൻ ഇൻഡീഡ് വളരെ അനിവാര്യമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്കൊരു സംഘടന വേണം, ഒരു സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ മാറണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് വരച്ചു കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ചില ആളുകളെ, ചില യുവാക്കളൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അരാഷ്ട്രീയവാദികൾ
രാഷ്ട്രീയം തന്നെ വേണ്ട എന്ന് പറഞ്ഞടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അത് രാഷ്ട്രീയത്തിന്റെ നെറികേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിരോധം കൊണ്ടായിരിക്കാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ പറയും, ഇവിടെ നമ്മൾ ചില സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ SKSFിൽ ചേരേണ്ട ആവശ്യം എന്താ? നമ്മളൊരു സംഘടനയുടെ ഭാഗമാകേണ്ട ആവശ്യം എന്താ? ഒരു വിഭാഗത്തിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം എന്താ? മറ്റു ചില വിഭാഗം പറയും, ഒരു സംഘടനയുടെയോ ഒരു വിഭാഗത്തിന്റെയോ ആളല്ല എന്നുള്ള രൂപത്തിലൊക്കെ പലജാതി വർത്താനങ്ങളും പറയും. പരിശുദ്ധ ഖുർആനിന്റെ വീക്ഷണം എന്താ? ഖുർആനിന്റെ ഈ വിഷയത്തിലുള്ള വീക്ഷണം എന്ത്? നമ്മൾ പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലൊക്കെ പറയുമ്പോൾ അവര് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് നമ്മൾ ഒറ്റപ്പെട്ട രൂപത്തിൽ ജീവിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആനിന്റെ ഈ വിഷയത്തിലുള്ള വീക്ഷണം എന്ത്? വളരെ കൃത്യമായി കൊണ്ട് ബോധപൂർവം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? ഒരു വിഭാഗത്തിന്റെ കൂടെ കൂടുവാൻ ഖുർആൻ എവിടെയെങ്കിലും നമ്മോട് കൽപ്പിക്കുന്നുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യഥാവിധി 5 വഖ്ത് നിസ്കാരം നിർവഹിച്ച് ജീവിച്ചു പോയാൽ പോരാ. പരിശുദ്ധ ഖുർആൻ ആ രൂപത്തിലാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ 5 വഖ്ത് നിർവഹിച്ച് നിസ്കാരം കൃത്യമായി നിർവഹിച്ച് സകാത്തും ഹജ്ജും നിർബന്ധമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ പോരെ? അങ്ങനെ പോരാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുതേ. കാരണം പല രൂപത്തിലും മരണങ്ങൾ സംഭവിച്ചേക്കാം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ജനിക്കുമ്പോൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ഈ ഫിത്രത്തിന്റെ മേലിലാണ് ജനിച്ചു വീഴുന്നത്. ഈ മരിക്കുന്ന സമയത്തും പരിശുദ്ധമാക്കപ്പെട്ട കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം വേണം. അതിനുവേണ്ടി പടച്ച റബ്ബിനോട് ആവശ്യപ്പെടണം. അല്ലാഹു തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. സാന്ദർഭികമായി കൊണ്ട് പറയുന്നു, ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം അവസാനമായിട്ടുള്ള ആ സമയത്ത് കലിമ ചൊല്ലി മരിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം, നമ്മുടെ ഭാവഭാവങ്ങൾ നന്നാക്കണം, നമ്മുടെ ചലനങ്ങൾ നന്നാക്കണം, നമ്മുടെ നീക്കുപോക്കുകൾ, നമ്മുടെ ഇടപാടുകൾ, കൊടുക്കലുകൾ, വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ, ഇവകളൊക്കെ നന്നാക്കണം. ഇവകളൊക്കെ നന്നാക്കിയ ഒരു മനുഷ്യനെ വൽആഖിബത്തുൽ മുത്തഖീൻ, നല്ല അന്ത്യം മുത്തഖീങ്ങളായിട്ടുള്ള മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണ്. നല്ല അന്ത്യം മുത്തഖീങ്ങളായിട്ടുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ ഉണ്ടാകൂ. നല്ല വാക്കുകൾ പറഞ്ഞ് ജീവിച്ച ആളുകൾക്ക്, നല്ല കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക്, നല്ലവരോട് കൂട്ടുകൂടിയ ആളുകൾക്ക് മാത്രമേ വൽആഖിബത്തുൽ മുത്തഖീൻ, നല്ല അന്ത്യമുണ്ടാകൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അല്ലാഹുവിനെ ഭയപ്പെടുവാനും പരിശുദ്ധമാക്കപ്പെട്ട കലിമയോട് കൂടെ മരിക്കുവാനും ആ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും അല്ലാഹു പറഞ്ഞു വെച്ചിട്ട് പറയുന്നത്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ കയറ് പിടിച്ചുകൊള്ളൂ. അല്ലാഹുവിന്റെ കയറ്, അല്ലാഹുവിന്റെ പാശം പിടിച്ചുകൊള്ളൂ. അല്ലാഹുവിന്റെ പാശം ഏതാണ്? മഹാരഥന്മാരായിട്ടുള്ള മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി കൊണ്ട് വരച്ചു കാണിക്കുന്നു. ഇബ്നു ജരീർ തങ്ങൾ പറയുന്നു, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന പാശം അൽ ഹബ്ലുൽ മദ്കൂർ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഇവിടെ പറയപ്പെട്ട പാശം അൽ ജമാഅ, ഒരു സംഘടനയാണ്. ഒരു സംഘടനയാണ്, ഒരു ജമാഅത്താണ്, ഒരു സംഘമാണ്. ഏതാണ് ആ ജമാഅത്ത്? ഏതാണ് ആ ജമാഅത്ത്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞുവല്ലോ, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തുമുള്ള ആ മാർഗം, ആ ജമാഅത്ത്, ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ചു വന്ന ആ ജമാഅത്ത്, ആ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ,
അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. പല പാശങ്ങളും കാണും, പല കയറുകളും കാണും, പല സംഘടനകളും കാണും. അതിലേക്കൊന്നും വഴിമാറി ചിന്തിക്കാതെ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണം. ആ രൂപത്തിൽ അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ പറയുന്നു, അങ്ങനെ ഒരു സംഘത്തിന്റെ കൂടെ ചേരണം എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സംഘടന വേണോ വേണ്ടേ? ഒരു സംഘടനയുടെ ഭാഗമായി തീരണോ തീരണ്ടേ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, തഖ്വയെ ഓർമ്മപ്പെടുത്തിയ സ്ഥലത്ത്, മരണത്തെ ഓർമ്മപ്പെടുത്തിയ സ്ഥലത്ത് മൂന്നാമതായി കൊണ്ട് പറയുന്നത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ. ഈ പറയപ്പെട്ട രണ്ട് കാര്യങ്ങളും സാധ്യമാകണമെങ്കിൽ മൂന്നാമത് പറയപ്പെടുന്ന ഈ കാര്യം അംഗീകരിക്കണം. നല്ല നിലക്കുള്ള മരണം സാധ്യമാകണമെങ്കിൽ, തഖ്വയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെങ്കിൽ മൂന്നാമത് പറയപ്പെട്ട ഈ ഘടകം വളരെ മർമ്മപ്രധാനമാണ്. അള്ളാഹുവിന്റെ ഹബിൽ കൊണ്ട് മുറുകെ പിടിച്ചവനായിരിക്കണം. അപ്പോൾ ജമാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു സംഘം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു സംഘടന നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിൽ പറയുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾ ഓർക്കണം നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ. അല്ലാഹു എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു വെച്ച് തന്നിട്ടുള്ളത്, ആ അനുഗ്രഹങ്ങളൊക്കെ ഓർക്കണം. ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ പരസ്പരം ഇണക്കമുണ്ടാക്കി. മുഹാജിരികളും അൻസാരികളും ഒരുമിച്ച് കൂടി പരസ്പരം ശത്രുക്കളായി കണ്ടിരുന്ന പല വിഭാഗങ്ങളും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എല്ലാം മറന്നു ഒരുമിച്ച് കൂടി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ സഹോദരങ്ങളായി ഒരുമിച്ച് ചേർന്നു. ഈ ഒരുമിച്ച് ചേരലും ഇവിടെ ഈ സംഗമിച്ചതും അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ദീനിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഭൗതികമായ ഒരു താല്പര്യങ്ങളും ഒരാൾക്കും തന്നെ ഇല്ല. ഭൗതികമായ ഒരു താല്പര്യങ്ങളും ഒരാൾക്കും തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രമേൽ വളരെ കൃത്യമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ പ്രചരണവും പ്രസരണവുമല്ലാതെ മറ്റൊരു ഭൗതികമായ ലക്ഷ്യങ്ങളും നമുക്ക് ആർക്കുമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇഖ്വാനികളായിട്ടാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹു തആല ഈ സാഹോദര്യ ബന്ധവും ഈ സ്നേഹവും എന്നും നമുക്കിടയിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പ്രതിഫലമാണ്. ഒരു ക്ലസ്റ്ററിന്റെ യോഗം ചേരുമ്പോൾ അവിടെ ഒരുമിച്ച് ചേർന്ന ആളുകൾക്കുണ്ടാകുന്ന ലക്ഷ്യം എന്താ? അവിടെ ദീന് വളർത്തുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ യശസ് വർദ്ധിപ്പിക്കുക, നമ്മുടെ ഫോട്ടോ പത്രത്തിൽ വരിക, നമ്മുടെ പേര് പത്രത്താളുകളിൽ അച്ചടിച്ചു വരിക എന്നുള്ളതല്ല, ദീന് വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ വിജയിച്ചു. കൊടുക്കണ്ട. وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم الذي يشفع عنده إلا بإذنه. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഘടകം, മരണസമയത്ത് ഈമാൻ നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗം, ആ വിഭാഗം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ തെറ്റ് ബാങ്ക് കൊടുക്കുന്ന അദാനിന്റെ സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇത് ചെയ്തു എന്നല്ല, ചില ആളുകൾ, ഒന്ന് രണ്ട് ആളുകളൊക്കെ ഇങ്ങനെ. അപ്പൊ ഉണർത്തൽ നല്ലതല്ലേ? അപ്പൊ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ആളുകൾക്ക് കലിമത്തു തൗഹീദ് മരണസമയത്ത് ഉച്ചരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇനിമേൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം വളരെ ഗൗരവതരമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അളീം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണും ജീവിതത്തിൽ, ഇല്ലേ? അതൊന്നും അത്ര വലിയ സീവിയറായിട്ടുള്ള തെറ്റൊന്നല്ല എന്നുള്ള നിലക്ക് കാണും. പക്ഷേ
പടച്ച റബ്ബിന്റെ പക്കൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ, അല്ലെ? ഒരു ഇൽമ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറഞ്ഞു സ്വീകരിക്കോ? ഇൻഷാ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇസാറ്, നമ്മുടെ തുണി, അത് നിര്യാണിക്ക് താഴെ ഇറങ്ങാന്നുള്ളത് അല്ലാഹു തആല ആ വിഭാഗത്തിലേക്ക് 3 വിഭാഗത്തിന്റെ പേര് പറഞ്ഞു. ആ 3 വിഭാഗത്തിലേക്കും അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കുകയേ ഇല്ല. അവർക്ക് റഹ്മത്തിന്റെ നോട്ടമില്ല. അള്ളാഹു അവരിലേക്ക് കരുണാർദ്രമായിട്ടൊരു നോട്ടം നോക്കൂല. അവരിലേക്ക് അള്ളാഹു തആല ശക്തമായി ദേഷ്യത്തോടു കൂടെയാണ് നോക്കുക. ആ വിഭാഗത്തെ എണ്ണുന്ന കൂട്ടത്തിൽ 3 വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം അവരുടെ ഇസാറ്, അവരുടെ തുണി, പാന്റോ തുണിയോ എന്തോ ആവട്ടെ, അത് നിര്യാണിക്ക് താഴെ ഇറങ്ങിയവരാണ്. അള്ളാഹു തആല വിഭാഗത്തിലേക്ക് നോക്കൂലെന്ന്. എന്താ ഉസ്താദെ നിര്യാണിക്ക് താഴെ തുണി ഇറങ്ങി വിചാരിച്ചപ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? തെസപോലെഹോ ഹയ്യന, അതൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണും. പക്ഷെ പടച്ച റബ്ബിന്റെ പക്കൽ എത്തിക്കഴിഞ്ഞാൽ ഇൻദല്ലാഹി അലീം, അള്ളാഹുവിന്റെ പക്കൽ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റാണ്. അല്ലാഹു തആല അതൊക്കെ പരിപൂർണമായി ആ ഇൽമുകളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മൾ സംഗമിക്കുമ്പോൾ അവിടെ ദീനല്ലാതെ മറ്റൊരു ലക്ഷ്യം നമുക്കില്ല. മറ്റു ഭൗതികമായ ഒരു താല്പര്യങ്ങൾ നമുക്കില്ല. ഒരു ക്ലസ്റ്ററിന്റെ യോഗം വിളിച്ച് നമ്മൾ അവിടെ യോഗം ചേരുമ്പോൾ അവിടെ ദീന് പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ ആ സംഗമത്തിൽ സംഗമിച്ചത് കൊണ്ട് എന്റെ ഫോട്ടോ, എന്റെ പേര് പത്രത്തിൽ വരണം, പത്രത്താളുകളിൽ അച്ചടിച്ച് വരണം എന്നൊരു ദുരുദ്ദേശം നമുക്കുണ്ടെങ്കിൽ ആ ഒരുമിച്ച് കൂടൽ ബാത്തിലായി. അതിനൊരു കബൂലിയത്തും അല്ലാഹു തആല നൽകൂല. നമ്മളിങ്ങനെ സംഗമിക്കുമ്പോൾ അതിനൊക്കെ മർമ്മപ്രധാനമായി ഇവിടെ ദീന് പ്രചരിപ്പിക്കപ്പെടണം എന്ന ഉദ്ദേശം മാത്രമാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സംഗമങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ, ആ സംഗമങ്ങൾക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് നൽകുന്നത് വളരെ വലിയ പ്രതിഫലമാണ്. വളരെ വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല അർശിന്റെ തണൽ നൽകപ്പെടുന്ന 7 വിഭാഗത്തെ എണ്ണുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലൂടെ അർശിന്റെ തണൽ നാളെ പരലോകത്ത് നൽകപ്പെടുന്ന 7 വിഭാഗത്തെ എണ്ണി തിട്ടപ്പെടുത്തി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു തണലുമില്ലാത്ത ആ പ്രത്യേകമായിട്ടുള്ള മഹ്ശറാ മൻസബിന്റെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹു അർശിന്റെ തണൽ നൽകിയിട്ട് ചില മനുഷ്യന്മാരെ ബഹുമാനിക്കും. അർശിന്റെ തണൽ നൽകിയിട്ട് അല്ലാഹു തആല ചില ആളുകളെ ബഹുമാനിക്കും. ആ വിഭാഗത്തിൽ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ കൃത്യമായിട്ട് എണ്ണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, റജുലാനി, 2 പുരുഷന്മാർ, 2 സഹോദരങ്ങൾ, തഹാബ്ബ ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു. സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല. താൻ ചങ്ങാത്തം കൂടുന്ന ഈ സഹോദരന് നാട്ടിൽ ഭയങ്കര പ്രശസ്തിയും അതല്ലെങ്കിൽ പ്രമാണിത്വവും അല്ലെങ്കിൽ അവന്റെ തറവാട് ഉയർന്നൊരു തറവാടാണ് എന്നുള്ള രൂപത്തിലും ഒന്നുമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സംഗമിക്കാറുമുണ്ട്. അങ്ങനത്തെ സുഹൃത്തുക്കൾ, അങ്ങനത്തെ സഹോദരങ്ങൾ, അവർക്ക് നാളെ അർശിന്റെ തണൽ പ്രത്യേകമായി നൽകപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല ആ രൂപത്തിലുള്ള സംഗമങ്ങളാക്കി ഈ സംഗമത്തെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും ഇസ്ലാമിക ചരിത്രത്തിൽ ഈ സംഘടനാ സെറ്റപ്പിന് അല്ലെങ്കിൽ ഈ പ്രക്രിയക്ക് കോട്ടം തട്ടിയ സമയത്തെല്ലാം ഇസ്ലാമിക സൈന്യം തന്നെ പരാജയപ്പെട്ടു പോയ ചരിത്രമാണുള്ളത്. ഈ സംഘടനാ സംവിധാനത്തിന് പരാജയം സംഭവിച്ചപ്പോഴെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും പല രൂപത്തിലുള്ള നഷ്ടങ്ങളാണ് ഇസ്ലാമിന് സംഭവിച്ചിട്ടുള്ളത്. അതിനൊരു ഉദാഹരണം മാത്രമാണ് ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ സംഘടനാ വ്യവസ്ഥക്ക് കോട്ടം സംഭവിച്ചു എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് വരച്ചു കാണിച്ച് കൊടുത്തിരുന്ന സ്ഥലങ്ങളിൽ സൈന്യം നിൽക്കുകയായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പരാജയം സംഭവിക്കില്ലായിരുന്നു. അവരുടെ ഖായിദിന്റെ, അവരുടെ അമീറിന്റെ, അവരുടെ സായിഖിന്റെ, അവരുടെ ലീഡറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയതാണ് അവിടെ ഈ സംഘടനാ സംവിധാനത്തിന് കോട്ടം സംഭവിച്ചു. ആ കോട്ടം സംഭവിച്ചത് കൊണ്ടാണ് ഇസ്ലാമിൽ ഇത്രയും വലിയ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ
പരതി നോക്കുമ്പോൾ ഒരു വലിയ പരാജയമായിക്കൊണ്ട് ഉഹദ് യുദ്ധത്തിന് അവശേഷിക്കേണ്ടി വന്നത്. അപ്പൊ നമ്മുടെ ഈ സാമൂഹികമായ ജീവിതം അത് സാമൂഹികമായ നമ്മുടെ വളർച്ചയ്ക്കും വൈയക്തികമായ നമ്മുടെ വളർച്ചയ്ക്കും അത് കൂടുതൽ ആക്കം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ആ രൂപത്തിൽ സംഘടിക്കാനും സമ്മേളിക്കാനുമാണ് നമ്മെ പ്രേരിപ്പിക്കുന്നതും നമുക്ക് പ്രചോദനം നൽകുന്നതും. ഇനി നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംഗമിക്കേണ്ടത്? എന്ത് കാര്യം, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സംഗമിക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന ഈ സംഘടനാ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ എതിർത്ത് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നതല്ല. അത് പലപ്പോഴും നമ്മുടെ സുഖകരമായ നടത്തിപ്പിനും നമ്മുടെ സുഖകരമായ മുന്നോട്ട് പോക്കിനും വിഘാതം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് നാം അവരെ പ്രതിരോധിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇവിടെ ഇന്ന് ലോകത്ത് സംഗമിച്ചുകൊണ്ടിരിക്കുന്നതും സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നതും എസ്പെഷ്യലി ഇവിടുത്തെ യുവാക്കൾ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് പലവിധ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആർക്കും ആ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടെ പല സംഘടനകളും നമ്മുടെ യുവാക്കളെ ഈ മഗ്‌രിബിന്റെ സമയങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും വളരെ രഹസ്യമായി കൊണ്ട് അവരെ കരാട്ട പഠിപ്പിക്കുന്നു. അവരെ പല രൂപത്തിലുള്ള ആയുധ പരിശീലനം അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലൊക്കെ നമ്മുടെ ആളുകൾ ഒരുമിച്ച് കൂട്ടാറുണ്ട്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സംഗമിക്കുന്നത്? നമ്മുടെ നാട് നീളം നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് എത്ര ക്ലബ്ബുകൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ ക്ലബ്ബുകൾ കൊണ്ട് നമ്മുടെ സമുദായത്തിന്, നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ നാടിന് എന്ത് ഉപകാരമാണ് ലഭിച്ചിട്ടുള്ളത്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ടിരിക്കെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മഹാനായ റസൂലേ, ഹൽ ലിസ്സാഅത്തി അലമൻ തുഅറഫു ബിഹി, ഖിയാമത്ത് നാളിന് വല്ല അടയാളമുണ്ടോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖിയാമത്ത് നാളിന് വല്ല അടയാളവുമുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല നഅം, ഖിയാമത്ത് നാളിന് അടയാളമുണ്ട്. ഖിയാമത്ത് നാൾ ഇതാ സംഭവിക്കാൻ പോണു, ഖിയാമത്ത് നാൾ അടുത്തുന്നുള്ള രൂപത്തിലൊക്കെ പല ആളുകളും പല മെസ്സേജുകളും വിടാറുണ്ട്, അല്ലേ? ഖിയാമത്ത് നാൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. അത് വലിയ രസമുള്ള സംഗതിയൊന്നുമല്ല. ഏതോ ഒരു രാജ്യത്ത് ഒരു ഒറ്റക്കണ്ണനായ കുട്ടിയുടെ വീഡിയോ, അല്ലെ, കുറെ ആളുകൾ വാട്സപ്പ് മുഖാന്തരം ഫേസ്ബുക്ക് മുഖാന്തരമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. ഖിയാമത്ത് നാളത്ത് സംഭവിക്കും. അത്ര സുഖമുള്ള കാര്യമൊന്നല്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്നു മസ്ഊദ് തങ്ങൾ ചെന്നിട്ട് ചോദിക്കുക, ഹൽ ലിസ്സാഅത്തി അലാമത്തുൻ തുഅറഫു ബിഹി, എന്തെങ്കിലും അടയാളമുണ്ടോ റസൂലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറയുന്നു, ഖാല നഅം ഇന്ന ലിസ്സാഅത്തി അലാമൻ വ ഇന്ന ലിസ്സാഅത്തി അശ്റാത, ഖിയാമത്ത് നാളിന് ഒരുപാട് അടയാളങ്ങളുണ്ട് ഇബ്നു മസ്ഊദേ. ആ സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, എന്തൊക്കെയാണ് റസൂലേ അടയാളങ്ങൾ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അടയാളങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തു. ഒന്നാമത്തെ അടയാളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അയ്യകൂനൽ വലദു ഗൈള, അയ്യകൂനൽ വലദു ഗൈള, കുട്ടികൾ ദേഷ്യം പിടിക്കുന്ന കുട്ടികളായി തീരുക. കുട്ടികളൊക്കെ ന്യൂ ജനറേഷൻ കുട്ടികൾ, ആർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയത് പിടിച്ച് എറിഞ്ഞ് ഉടക്കണ സ്വഭാവക്കാരാ, അല്ലേ? അയ്യകൂനൽ വലദു ഗൈള, കുട്ടികൾ ദേഷ്യം പിടിക്കുന്ന കുട്ടികളാകുക. എന്താ ചോദിച്ചത് കൊടുക്കേണ്ടി വരും. സോണ ചോദിക്കുക, തലപ്പാവ ചോദിക്കുക, തലപ്പാവ കൊടുക്കേണ്ടി വരും. മാറ്റ ചോദിക്കുക, മാറ്റൂരി കൊടുക്കുക. അല്ലെങ്കിൽ കിട്ടിയത് എടുത്ത് എറിഞ്ഞു ഉടക്കുക അവര്. അയ്യകൂനൽ വലദു ഗൈള, അങ്ങനെ ദേഷ്യം പിടിക്കുന്ന മക്കൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റൊരു അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയകൂനൽ മത്റു ഖൈള, ഉപകാരമില്ലാത്ത മഴ പെയ്യുക. ഉപകാരമില്ലാത്ത മഴ, ഒരു ഉപകാരമല്ല. കൃഷിക്കൊരു ഉപകാരമില്ല, നമുക്കൊരു ഉപകാരമില്ല. മഴ പെയ്താലും ചൂടന്നെ. വയകൂനൽ മത്റു ഖൈള, ആ രൂപത്തിൽ ഉപകാരമില്ലാത്ത മഴ പെയ്യുന്ന കാലം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മൂന്നാമതായിക്കൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
എണ്ണിയ അടയാളം ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ ഉണ്ടോ? വേണ്ടിയിട്ട് രാത്രിയെ മറയാക്കിക്കൊണ്ട് ക്ലബ്ബുകൾ സ്ഥാപിക്കപ്പെടുന്ന അവസ്ഥാവിശേഷത്തെക്കുറിച്ച് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് ഹദീസിലൂടെ പഠിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഹദീസ് വളരെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഹദീസ്. അതിന്റെ ബാക്കി ഭാഗമൊക്കെ നമ്മൾ വായിക്കണം. വൻ തുഷാരിക്കൽ അഫ്ലാഖു, ഡിഷുകൾ, വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കാലം വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഡിഷുകൾ, വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കാലം. ആ കാലത്തെ കുറിച്ച് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രവചിച്ചുവല്ലോ. ഡിഷുകൾ, വിവരങ്ങൾ കൈമാറുക. 21-ാം നൂറ്റാണ്ടുകാരന്റെ വീടിന്റെ റൂഹിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ഡിഷുകളെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ജനങ്ങൾ ക്ലബ്ബുകളായി ഓരോ ക്ലബ്ബുകളായി രൂപീകൃതമായി പല നാടുകളിൽ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകും. ഇന്ന് അതല്ലേ സംജാതമായിട്ടുള്ളത്. ഇന്ന് കാരംസ് കളിക്കുവാൻ, തായം കളിക്കുവാൻ, ഷീട്ട് കളിക്കുവാൻ, ചൂതാട്ടത്തിന് വേണ്ടിയിട്ട്, മദ്യപാനത്തിന് വേണ്ടിയിട്ട്, വൃത്തികെട്ട വീഡിയോകൾ പരസ്പരം കാണുവാൻ വേണ്ടിയിട്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം, ഇവിടെ സ്ഥിരമായി കൊണ്ട് പല ആളുകളും ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും സോഷ്യൽ നെറ്റ്വർക്കുകളെ ആശ്രയിച്ച് ഉപയോഗപ്പെടുത്തിയിട്ട് ദൂരവ്യാപകമായിട്ടുള്ള ഹറാമുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഈ കൂട്ടത്തിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന, ഫേസ്ബുക്കിന്റെ അക്കൗണ്ടുള്ള സഹോദരങ്ങൾക്കൊന്ന് കൈപൊക്കിയാട്ടെ. ഏറ്റവും നല്ലത് ഇല്ലാത്ത ആളുകൾ കൈപൊക്കട്ടെ. എനിക്ക് ഫേസ്ബുക്കിന്റെ അക്കൗണ്ടൊന്നും ഇല്ല. മാഷാ അല്ലാഹ്, എത്ര ആളുകളാ? ആയിക്കോട്ടെ. വാട്സപ്പ് ഇല്ലാത്തവരൊന്ന് കൈപൊക്കിയാട്ടെ. ഉള്ള ആൾക്കാരല്ല കേട്ടോ, ഇല്ലാത്ത ആളുകൾ. മാഷാ അല്ലാഹ്, എന്തെങ്കിലും സദുദ്ദേശം കാരണമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു തആല സ്വലാഹിയത്തും ഹിദായത്തൊക്കെ നമുക്ക് അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സോഷ്യൽ നെറ്റ്വർക്കുകളൊക്കെ കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഒരു കുഴപ്പമില്ല. തിന്മകൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വൃത്തികെട്ട വീഡിയോകൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന, അതിന് അഡിക്റ്റായിട്ടുള്ള ആളുകൾ, സൈക്കോളജിക്കലി അതിന് അഡിക്ഷൻ സംഭവിച്ചിരിക്കുക. അതൊരു മാനസിക വിഭ്രാന്തിയാണ്. പുതിയ ലോകത്ത് അങ്ങനെ ഒരു മാനസികം തന്നെ രൂപപ്പെട്ടു വന്നു എന്നാണ്. അല്ലേ? രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇവൻക്ക് അൽഹംദുലില്ലാഹി അഹ്യാന ബഅദമ അമാതന വൈലൈ നുശൂറ ചെല്ലാൻ സമയമില്ല. നേരെ എടുത്ത് നോക്കുകയാണ്, വാട്സപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു മാനസികമാണ്. ഒന്നിറങ്ങി നീച്ചു കഴിഞ്ഞാൽ, ഒന്നിറങ്ങി പെട്ടെന്ന് ഞെട്ടി ഉണരുക, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഉണരുകയോ ചെയ്തു കഴിഞ്ഞാലൊക്കെ നേരെ എടുത്ത് നോക്കുകയാണ്, ഫേസ്ബുക്കിൽ ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാട്സപ്പിൽ. അതൊരു മാനസികമാണ്. ആ മാനസികത്തിന് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ ശതമാനം അതിന് അടിമപ്പെട്ടു. ആ മാനസികം ബാധിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഫോണ് പോക്കറ്റിലായിരിക്കും, വെറുതെ ഇങ്ങനെ തോന്നുക, ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആരോ അടിക്കുന്നുണ്ട്. മാനസികമാണ്. അല്ലേ? മിക്ക ആളുകളും ഇപ്പൊ ഈ അടുത്തായിക്കൊണ്ട് ഞാൻ കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി, പരിപാടിക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ പാലക്കാട് നിന്നും കാസർഗോഡ് വരെ എന്റെ തൊട്ടപ്പുറത്തൊരു സഹോദരൻ റിസർവ് ചെയ്ത സീറ്റിൽ ഇരിക്കുന്നുണ്ടായി. പാലക്കാടിന്റെ കാസർഗോട്ടേക്ക് 5 മണിക്കൂർ യാത്ര. ആ 5 മണിക്കൂറും ഈ സഹോദരൻ, നമ്മുടെ കൗമ, ഈ സഹോദരൻ ഇയർഫോണും വെച്ച് തന്റെ ഫോണും തുറന്നിട്ട് ഈ വാട്സപ്പും ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിങ്ങനെ കുറെ വായിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വായന നിർത്തി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ചില സമയത്ത് ഇവന് ഈ ചിരി അവിടെ ഇരുന്ന് ചിരിച്ചാൽ പോരെ, എഴുന്നേറ്റ് നിന്നിട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. സാർ നമുക്കിനെ ഡിസ്റ്റർബായി.
എന്നാൽ തൊട്ടടുത്ത് 5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ, എവിടുന്ന സഹോദര, സലാം പറയാലോ. സലാമുമില്ല, സലാത്തുമില്ല, ഒന്നുമില്ല. ഇത് മാനസിക അല്ലേ? 5 മണിക്കൂർ ഇടക്ക് ഭയങ്കര പൊട്ടിച്ചിരി. ബോഗിയിലിരിക്കുന്ന കമ്പാർട്ട്മെന്റിലുള്ള പല ആളുകളും ചെങ്ങാൻ ഇങ്ങനെ നോക്കുകയാണ്, എന്താ പഠിച്ചോനെ എന്ത് മാനസികമാണ് ഇതെന്ന് പോലെ. ആ രൂപത്തിലാണ്. അപ്പൊ ഈ സോഷ്യൽ നെറ്റ്വർക്കുകളെ കൃത്യമായി കൊണ്ട് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മൾ സംഗമിക്കുന്നത് നന്മയുടെ പ്രചരണത്തിനും പ്രസരണത്തിനും വേണ്ടി മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കുക, അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, തഖ്വക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം സഹായിക്കുക. നല്ല കാര്യം. നാട്ടിൽ ആർക്കെങ്കിലും അസുഖമാണ്, ആ അസുഖമായി കിടക്കുന്ന ആരോരുമില്ലാത്ത രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ ആ രോഗിയെ സഹായിക്കാം, ആ രോഗിക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാം. അതൊക്കെ വലിയൊരു സാമൂഹിക സേവനമാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 1ാമത്തെ ഖലീഫയായ മഹാനവറുകള് എത്രയോ മാസക്കാലമായിട്ട് തന്റെ ആ പ്രത്യേകമായ ഭരണപ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു വിധവയായിട്ടുള്ള സ്ത്രീ, ആ സ്ത്രീയെ എല്ലാ ദിവസവും കൃത്യമായിട്ട് മഹാനവറുകൾ രാവിലത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ പോയിട്ട് ശുശ്രൂഷിക്കുമായിരുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് വേണ്ട ഭക്ഷണം വരെ മഹാനവറുകൾ പാചകം ചെയ്ത് കൊടുത്തിട്ടേ അവിടെ നിന്നും തിരിച്ചു പോരാറുള്ളൂ. എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ് നേരെ പോകും, ഉറങ്ങാൻ പോവില്ല. മഹാനവറുകളുടെ വീട്ടിലേക്കുള്ള പോണത്. ഇതെവിടേക്കാണ് ഈ പോണത്? ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇതൊന്ന് കണ്ടെത്തുവാൻ വല്ലാത്തൊരു താല്പര്യം. എവിടേക്കാ അബൂബക്കർ സുബഹി നിസ്കാരം കഴിഞ്ഞ ഒരു പായൽ കാണാം, എവിടേക്കാണ് ഈ പോക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയ വഴിയിലൂടെ മഹാനായ ഉമർ തങ്ങൾ നടന്നുപോയി. അങ്ങനെ പോയി ആ വീട്ടിലെത്തി. അവിടെ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം ഉമർ തങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ കണ്ടെത്തപ്പെട്ട ആ രോഗിയായിട്ടുള്ള വിധവയായിട്ടുള്ള ആ സ്ത്രീയോട് മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചു, ഇവിടെ സമാഗതനായിട്ടുള്ള മനുഷ്യൻ എന്താണ് ചെയ്തു തന്നത്? ഈ സ്ത്രീ പറഞ്ഞു, എത്രയോ മാസക്കാലമായി കൃത്യമായി കൊണ്ട് സുബഹി നിസ്കാരത്തിന്റെ ശേഷം എന്റെ വീട്ടിൽ വരുന്നുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, എന്റെ വീട് വൃത്തിയാക്കി തരുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വരെ പാചകം ചെയ്തു തരുന്നുണ്ട്. എന്നിട്ടാണ് ആ മനുഷ്യൻ പോവാറുള്ളത്. മഹാനായ ഉമർ തങ്ങൾ ചോദിച്ചു, ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? ആ സ്ത്രീ മറുപടി പറഞ്ഞു, ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല, ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല ഞാൻ ആരാണെന്ന്. താൻ ആരാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും ഒരു തവണ പോലും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. ആ സമയത്ത് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, അതാക്ക അമീറുൽ മുഅ്മിനീൻ, അത് അമീറുൽ മുഅ്മിനീൻ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരി മഹാനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്കും പത്രത്തിൽ ഫോട്ടോ വന്നോട്ടെ, അല്ലെങ്കിൽ പേപ്പറിന്റെ പത്രത്താളുകളിൽ നമ്മുടെ പേരൊക്കെ വരട്ടെ, പത്രത്താളുകളിൽ എന്റെ പേരൊക്കെ അച്ചടിച്ച് വരട്ടെ. ആ ഉദ്ദേശമാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് മാറി അമൽ അല്ലാഹു തആല സ്വീകരിക്കുന്നതുമല്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയുന്നു, തആവനു അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യങ്ങൾ, തഖ്വയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം സഹായിക്കണം. വലാ തആവനു, നിങ്ങൾ പരസ്പരം സഹായിച്ചു പോകരുത്, അലൽ ഇസ്മി വൽ ഉദ്വാനി, തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാനും ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരസ്പരം സഹായിച്ചു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾ സംഘടിക്കുന്നതിനും സംഗമിക്കുന്നതിനും ലക്ഷ്യങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ നാട്ടിൽ SKSFന്റെ ക്ലസ്റ്റർ യോഗം വിളിച്ചു ചേർക്കുമ്പോഴും മണ്ഡല കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കുമ്പോഴൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. അവിടേക്ക് ഈ പ്രസ്ഥാനത്തെ വളർത്തുക, ഈ പ്രസ്ഥാനത്തിലൂടെ ദീനിനെ വളർത്തുക എന്നതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് സംഗമിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ ഉദ്ദേശം തന്നെ മുസ്ലിം ലോകത്തെ മുഹമ്മദീയ ഉമ്മത്തിനെ ഇവിടെ സൃഷ്ടിച്ചതിന്റെ കാതലായ ഉദ്ദേശം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ഉമ്മത്തിനെ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്?
ഖാതിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ അല്ലാഹു തആല എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? എന്തിനു വേണ്ടിയിട്ടാ? എന്തിന്? അള്ളാഹുവിനെ ഭയപ്പെടാനാ? അള്ളാഹുവിനെ ഭയപ്പെടാനും മുൻകഴിഞ്ഞ സമുദായങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാൻ മുൻകഴിഞ്ഞ സമുദായങ്ങൾ അള്ളാഹുവിനെ തന്നെയല്ലേ ആരാധിച്ചത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ സമുദായത്തിന്റെ തഹ്രീജിന്റെ കാതലായിട്ടുള്ള വശം, ഈ സമുദായത്തെ അള്ളാഹു തആല സൃഷ്ടിച്ചത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണ്ടല്ലോ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകരി, തിന്മയെ വിരോധിക്കുന്നു നിങ്ങൾ. അത് നമ്മുടെ സാമൂഹിക ബാധ്യതയാണ്. ഒരു മദ്യപാനി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങളെന്താ ചെയ്യുക? ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഓനങ്ങോട്ട് ഒഴിച്ചു നിർത്തുക എന്നുള്ളതല്ല. കൃത്യമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുവല്ലോ, തഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കുക, വതൻഹൗന അനിൽ മുൻകരി, തിന്മയെ തടയുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ, വേണ്ടാവൃത്തി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട്ട് ഒഴിച്ചു മാറ്റി നിർത്തുക എന്നതല്ല. നമുക്കവിടെ ബാധ്യതയുണ്ട്. മുസ്ലിമിന് അവിടെ ബാധ്യതയുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കണം. വതൻഹൗന അനിൽ മുൻകരി, ആ വൃത്തികേടിനെ തടയുകയും വേണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ലതഅ്മുറന്ന ബിൽ മഅറൂഫി, തീർച്ചയായും ഒരു മുഅ്മിനോടാ പറയണത്. മുഅ്മിനായിട്ടുള്ള നമ്മൾ ഓരോരുത്തരോടുമാണ് റസൂലുള്ളാഹി തങ്ങൾ അവിടെ പറയുന്നത്. ലതഅ്മുറന്ന ബിൽ മഅറൂഫി, തഅ്കീദ് കൊണ്ടാണ്. തീർച്ചയായും നീ നന്മ കൽപ്പിക്കണം, സമൂഹത്തിൽ നന്മ കൽപ്പിക്കണം. ഒരു മദ്യപാനി സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു അയൽവാസി ഉണ്ടെങ്കിൽ അവൻ മദ്യപിക്കട്ടെ, അവൻ എങ്ങനെയും ജീവിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലയ്ക്ക് മാറ്റി നിർത്താൻ പാടില്ല. നമുക്കങ്ങനെ സുഹൃത്തുണ്ടെങ്കിൽ, ഒരു സഹോദരനുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തുവാൻ പാടില്ല. പല സംഘടനകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അഥവാ മദ്യപാനികളായിട്ടുള്ള ആളുകൾ, അവരെ സമൂഹം ഒന്നടങ്കം മാറ്റി നിർത്തപ്പെടുമ്പോൾ ഏകാന്തമായി ജീവിതം നയിക്കുന്ന അത്തരം ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് സംഘടനയുടെ മെമ്പർഷിപ്പ് അടിച്ചു കൊടുക്കുക. കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ജയിലിൽ അടക്കപ്പെട്ട ആളുകൾ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ഘട്ടങ്ങളിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് കൊടുത്തുവിടുക. ആ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് ആ വ്യക്തിയെ മാറ്റി നിർത്താൻ ആരും കൽപ്പിക്കുന്നില്ല. ആ വ്യക്തിയോട് നന്മ കൊണ്ട് ഉപദേശിക്കുവാനും ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയ്ക്ക് തടയിടുവാനുമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി, ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടിക്കുന്നതും സമ്മേളിക്കുന്നതും. പിന്നെ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഇന്ന് നാട് നിങ്ങളെ വിവിധങ്ങളായ സംഘടനകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര സംഘടനകളാണ്? നമ്മുടെ കേരളത്തിൽ തന്നെ എണ്ണി നോക്കുകയാണെങ്കിൽ എത്ര സംഘടനകളാണ്? ഈ സംഘടനകളൊക്കെ പല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനം, ഇതിന് കൃത്യമായ ഒരു പൈതൃകവും പാരമ്പര്യവുമുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പൈതൃകവും പാരമ്പര്യവുമുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ആ ഹദീസ് വളരെ കൃത്യമായി കൊണ്ട് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ത്യയിലേക്കൊരു യാത്ര ഉദ്ദേശിച്ചിരുന്നു. ഇന്ത്യയിലേക്കൊരു യാത്ര തൊബറാനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിലുണ്ട്. ഇന്ത്യയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര ഉദ്ദേശിച്ചിരുന്നു. ആ ഹദീസ് എടുത്ത് ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി തങ്ങൾ അറേബ്യയിൽ റിസാലത്തുമായിക്കൊണ്ട് ദഅവ പ്രസരണ ദൗത്യമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ആദ്യമായിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ആ പ്രചരണ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന മഹാനായ മാലിക്കുൽ ദീനാർ റളിയല്ലാഹു. അവിടുന്ന്
ആ മഹാനും അവിടുത്തെ സംഘവും. റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ പ്രചരണ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മപ്രവർത്തനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. വേറെ എവിടെയുള്ളത്? ഈ കേരളമാകുന്ന സംസ്ഥാനം ഒഴികെ മറ്റു എവിടെയാണ് അങ്ങനെ ഒരു പൈതൃകം അവകാശപ്പെടുവാനും അങ്ങനെ ആ രൂപത്തിൽ പറയുവാനും നമുക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? അപ്പൊ നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം വളരെ സുരക്ഷിതമാണ്. ആ മഹാരഥന്മാരിൽ നിന്നാണ് നമ്മൾ ദീന് പഠിക്കുന്നത്, നമ്മുടെ പ്രപിതാക്കൾ ദീന് പഠിക്കുന്നത്. നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള മഹാരഥന്മാർ, ആ പറയപ്പെട്ട മഹാരഥന്മാരായിട്ടുള്ള സഹാബിവര്യന്മാരിൽ നിന്നാണ് ദീന് പഠിക്കുന്നത്. അവരൊക്കെ ദീന് പഠിച്ചത് അവരിൽ നിന്നാണ്. പിന്നീട് നിങ്ങൾ നോക്കൂ, പിന്നീടുള്ള ഇസ്ലാമിക നവോത്ഥാന ചരിത്രം, കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1921 ശേഷമാണ് പുത്തൻവാദികൾ പുത്തനാശയവുമായിക്കൊണ്ട് കേരളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. അതിനു മുൻപിൽ കേരളക്കരയിൽ എവിടെയെങ്കിലും മലയാളത്തിൽ ഖുത്ബ നടത്തിയിട്ടുണ്ടോ? ഇവിടെ സഹാബത്തുണ്ടായിരുന്നുവല്ലോ, സഹാബത്തിൽ നിന്നും ദീന് പഠിച്ച ആളുകളുണ്ടായിരുന്നുവല്ലോ. എന്നിട്ട് അവർ മലയാളത്തിൽ ഖുത്ബ നടത്തിയിട്ടില്ല, മലയാളത്തിൽ ഖുത്ബ ഓതുവാൻ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 1921 ശേഷം ഈ പറയപ്പെട്ട നവോത്ഥാനവാദികളും ഈ പറയപ്പെട്ട ബിദ്അത്തിന്റെ ആളുകളും നമ്മുടെ കേരളക്കരയിലേക്ക് രംഗപ്രവേശനം ചെയ്തതിന്റെ ശേഷമാണ് ഇവിടെ മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, പൈതൃകം അവകാശപ്പെടുന്ന ഇവിടുത്തെ നവോത്ഥാനവാദികളായിട്ടുള്ള ബിദ്അത്തിന്റെ ആശയക്കാരോട് നമ്മൾ ചോദിക്കണം, 1921 മുൻപ് സ്ത്രീകൾ കേരളത്തിൽ എവിടെയെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ജമാഅത്ത് എന്ന ഉദ്ദേശത്തോടുകൂടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾ അവിടെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല. എവിടെയുമില്ല, ചരിത്രത്തിൽ എവിടെയുമില്ല. ഒരു എവിഡൻസുമില്ല, ഒരു പ്രൂഫുമില്ല, ഒരു തെളിവുമില്ല. ഈ വിവാദത്തിന് നൽകാൻ ഒരു തെളിവുമില്ല. അപ്പൊ 1921 ശേഷം ഇവിടെ ബിദ്അത്തിന്റെ ആശയക്കാരുടെ കടന്നുകയറ്റം ഉണ്ടായ സാഹചര്യത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ തെറ്റായ പ്രചരണങ്ങൾക്ക് തടയിടണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമാകുന്നത്. ഞാൻ പറയട്ടെ, നമ്മുടെ ശില്പികൾ ആരൊക്കെയാണ്? ഈ പണ്ഡിത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതും ഇതിനെ സ്ഥാപിച്ചതും ആരൊക്കെയാണ്? നിങ്ങൾ നോക്കണം. ഇതേ സമയം മറ്റു ഇതര സംഘടനകളും നിങ്ങൾ താരതമ്യം ചെയ്യണം. ഇവിടെയുള്ള മുജാഹിദ് പ്രസ്ഥാനം, ഇവിടെയുള്ള ജമാഅത്ത് പ്രസ്ഥാനം, ഇവിടെയുള്ള തബ്ലീഗിന്റെ പ്രസ്ഥാനം, ഇവിടെയുള്ള മറ്റു ഇതര സംഘടനകൾ, ഈ സംഘടനകളൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് പഠനം നടത്തി നോക്കണം. നമ്മുടെ ശില്പികൾ ആര്, അവരുടെ ശില്പികൾ ആര്? മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നബ്ബറല്ലാഹു മർഖദ, ലോകം ആദരിച്ച മഹാനാണ്, മുസ്തജാബ് ദഅവയാണ്. എന്തൊരു കാര്യത്തിന് വേണ്ടി കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തിയോ ആ സമയത്തൊക്കെ അള്ളാഹു തആല ഇജാബത്ത് കൊടുത്ത് ആദരിച്ച കറാമത്തിന്റെ മഹാൻ, കറാമത്തുകളുടെ ഉടമയായിട്ടുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ മഹാനല്ലേ നമ്മുടെ ബാനി, നമ്മുടെ ശില്പിയല്ലേ? നമ്മൾ ആത്മാഭിമാനം കൊള്ളണ്ടേ? ഇതൊക്കെയാണ് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള നേതാക്കൾ. മഹാനായ റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, കണ്ണിയത്ത് ഉസ്താദ് ഒരു കറാഹത്ത് ജീവിതത്തിൽ മഹാനവറുകൾ ചെയ്തിട്ടില്ല എന്ന് ലോകമാണ് വിളിച്ചു പറയുന്നത്. പരക്കെ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണല്ലോ. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതകാലത്ത് ഒരു കറാഹത്ത് പോലും മഹാനവറുകൾ ചെയ്തിട്ടില്ല. മഹാനായ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ഉസ്താദ്, വന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ത്വല്ലല്ലാഹു ഉംറഹു
സൂരികളായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ആരൊക്കെ? ബാനിയാരാണ്? വരക്കൽ മുല്ലക്കോയ തങ്ങള്. പിന്നെ ആ കാലഘട്ടത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അമറല്ലാഹു. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രത്തിലുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് എപ്പോഴും വന്യഗുരു ഷേഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ട്, കാറിൽ കയറുകയാണെങ്കിൽ ഇടതുവശത്താണ് മഹാനവർകൾ സീറ്റ് പിടിക്കാറുള്ളത്. ആദ്യം ഇടതു ഭാഗത്ത് കയറിയിരിക്കും കണ്ണിയത്ത് ഉസ്താദ്. അപ്പൊ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചു, എന്താണ് ഉസ്താദ് ഇടതുവശത്ത് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കാറുണ്ടല്ലോ? അപ്പൊ പറഞ്ഞു, വലതുവശത്തേക്ക് തുപ്പുക എന്നുള്ളത് കറാഹത്തായ സംഗതിയാണ്. വലതുവശത്തേക്ക് തുപ്പെന്നുള്ളത് കറാഹത്താണ്. അപ്പൊ തുപ്പേണ്ട ആവശ്യം വന്നാൽ വളരെ സുഖകരമായിക്കൊണ്ട് ഇടതുവശത്തേക്ക് തുപ്പാമല്ലോ. അപ്പൊ കറാഹത്ത് ചെയ്യും വേണ്ട, ഒരു സുന്നത്തിന്റെ പ്രതിഫലവും ലഭിച്ചു. അപ്പൊ ജീവിതത്തിൽ ആ രൂപത്തിൽ കൃത്യമായിക്കൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് വളരെ സൂക്ഷ്മമായിക്കൊണ്ട് ജീവിച്ച മഹാമനീഷികളായിട്ടുള്ള ആളുകൾ. മഞ്ചേരി ഭാഗത്ത് ശക്തമായിട്ടുള്ള ഒരു കെടുതി ആ ജനസമൂഹം അനുഭവിച്ച ഘട്ടത്തിൽ കൃഷികൾക്കെല്ലാം വ്യാപകമായ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. മഴ കിട്ടാനില്ല. മഴ കിട്ടാതെ മഞ്ചേരി ഭാഗത്ത് നിവാസികളെല്ലാം ആകെ മുഷിഞ്ഞ് ആകെ ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മഞ്ചേരി നിവാസികളായിട്ടുള്ള ഒരു പറ്റം ആളുകൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ കണ്ണിയത്തോരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല. മഴയില്ലാതെ കൃഷികൾക്ക് വ്യാപകമായ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആടുമാടുകളെല്ലാം ചത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വല്ലാത്തൊരു ദുരിതത്തിലാണ്. ഇതിനൊരു പരിഹാരം അങ്ങ് കണ്ടെത്തണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ചെന്ന് കണ്ട് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സ്ഥലം സന്ദർശിക്കാമെന്നും ഒരു കൃത്യമായ സമയവും തീയതിയും നിശ്ചയിച്ചു കൊടുത്ത് അവരെ തിരിച്ചയച്ചു. ആ പറഞ്ഞ ദിവസം, ആ പറഞ്ഞ സമയം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മഞ്ചേരിയിൽ എത്തുന്നു. മഞ്ചേരിയിൽ എത്തിയിട്ട് നേരത്തെ കാണാൻ വന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ വീടുകളിൽ ഈ മഹലിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിങ്ങളുടെ വീടുകളിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന നാൽക്കാലികളെ നിങ്ങൾ ആ കുറ്റിയോടുകൂടെ കൊണ്ടുവരണം. അതിന്റെ കുറ്റി മുഴക്കിയിട്ട് കൊണ്ടുവരിക. ആ പരിസരവാസികളായിട്ടുള്ള ആളുകൾ അവർ വളർത്തിയിരുന്ന ആടുമാടുകളെ കുറ്റിയടക്കം പറിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് വിശാലമായിട്ടുള്ളൊരു മൈതാനി ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ സ്ഥലങ്ങളിൽ കുറ്റിയടിച്ച് ആ മൃഗങ്ങളെ കെട്ടിയിടണം. അങ്ങനെ 100 കണക്കിന് ആടുമാടുകൾ ആ പറയപ്പെട്ട സ്ഥലങ്ങളിൽ കുറ്റിയടിച്ച് കെട്ടിടപ്പെട്ടു. എന്നിട്ട് ആ ജനങ്ങളോടൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ നാൽക്കാലികൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ആ മൈതാനിയിലേക്ക് അതിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നു. അതിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവെ, ഈ കണ്ണിയത്തും ഇവിടെ ഒരുമിച്ച് കൂടിയ നാൽക്കാലികളും നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല പടച്ചവനെ, നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ, മഴ നൽകണം അല്ലാഹ്. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന ആ സമയം തന്നെ അല്ലാഹു തആല മഹാനവറുകളുടെ ദുആക്ക് ഇജാബത്ത് നൽകി വളരെ ശക്തമായിട്ടുള്ള മഴയാണ് അവിടെ വർഷിച്ചത്. അനുഭവസ്ഥനായിട്ടുള്ള ഒരു സഹോദരൻ ഈ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതുമാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള മഹാരഥന്മാരാണ് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ. പിന്നെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, അൽ ഇൽമു യമാനിയ്യുൻ വൽ ഹിക്മത്തു യമാനിയ്യ. ഇൽമ് എന്നാൽ അത് യമനിൽ നിന്നുള്ള ഇൽമാ, ഹിക്മത്ത് എന്നാൽ അത് യമനിൽ നിന്നുള്ള ഇൽമാ. ആ യമനി പാരമ്പര്യവും പേറി നമ്മുടെ കേരളക്കരയിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട കുടുംബത്തിന്റെ അനന്തരാവകാശിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നബ്ബറല്ലാഹു മർഖദ, നമ്മുടെ നേതാക്കൾ അവരൊക്കെയാണ്. നമ്മുടെ നേതാക്കൾ അവരൊക്കെയാണ്. ലോകത്ത് ഏത് വിധത്തിലുള്ള എന്ത് മസാല ചോദിച്ചാലും വളരെ കൃത്യമായി കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഫത്വ നൽകാൻ അർഹതയുള്ള അഗാധമായ പാണ്ഡിത്യമുള്ള മഹാൻ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ക്രിസ്ത്യാനികളുമായി സംവാദം നടത്തിയിട്ട് എത്ര ആളുകളാണ്, ക്രിസ്ത്യൻ പാതിരിമാരാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നിലമ്പൂർ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചല്ലേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പാതിരികളുമായി കൊണ്ട് സംവാദം നടത്തിയത്.
നിലമ്പൂർ പ്രദേശത്ത് വ്യാപകമായിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിന്നും ആളുകൾ കുത്തൊഴുക്ക് ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മിഷനറിമാര് വന്നുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവർക്ക് വെള്ളവും ഭക്ഷണവും വസ്ത്രവും നൽകിക്കൊണ്ട് മതം മാറ്റത്തിന് പ്രേരിപ്പിച്ച ഘട്ടത്തിൽ ശംസുൽ ഉലമനെ വന്ന് കണ്ടു അവിടെയുള്ള തദ്ദേശവാസികളായിട്ടുള്ള ചില ആളുകൾ. ശംസുൽ ഉലമയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്താദ്, ഇതിന് തടയിടണം. വ്യാപകമായ കുത്തൊഴുക്ക് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവര് നമ്മുടെ ജനങ്ങളെ, നമ്മുടെ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുമായിട്ടൊരു സംവാദത്തിന് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ സംവാദത്തിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. മാത്രമല്ല നമ്മളിൽ നിന്നും കൂടുതൽ ആളുകൾ ഒഴിഞ്ഞു പോകാത്തൊരവസ്ഥയും ഉണ്ടാകും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ സംവാദത്തിന് തയ്യാറാവുകയാണ്. ആ സംവാദത്തിന് തയ്യാറായി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ ആ സ്റ്റേജിൽ വന്നുകൊണ്ട് അത്യുഗ്രൻ പ്രഭാഷണം നടത്തി. ഇംഗ്ലീഷിൽ ആദ്യം പ്രസംഗിച്ചത് ശംസുൽ ഉലമ ഇംഗ്ലീഷിലാണ് ആദ്യം പ്രസംഗിച്ചത്. അന്ന് മതബോധിക സ്ഥാപനങ്ങളൊന്നുമില്ല. വാഫി കോളേജിൽ നിന്നൊന്നല്ല ശംസുൽ ഉലമ ഇറങ്ങിയിട്ടുള്ളത്, ദാറുൽ ഹുദയിൽ നിന്നല്ല ശംസുൽ ഉലമ ഇറങ്ങിയിട്ടുള്ളത്. ശംസുൽ ഉലമ വളരെ ശക്തമായിക്കൊണ്ട് അവരോട് സംവാദത്തിൽ ഏർപ്പെട്ടു. ആ സംവാദത്തിന് ശേഷം ശംസുൽ ഉലമ നബ്ബറല്ലാഹു മർഖദ ക്രിസ്ത്യൻ പാതിരിമാര് സുറിയാനി ബൈബിൾ ഓതാൻ തുടങ്ങിയപ്പോൾ സുറിയാനി ഭാഷയിൽ ശംസുൽ ഉലമ അവരോട് സംവദിച്ചു. ഇബ്രാഹിം മുണ്ടക്കൻ ആ സമയത്ത് ശംസുൽ ഉലമയുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം സ്വീകരിച്ച പാതിരിയാണ് ഇബ്രാഹിം മുണ്ടക്കൻ. ഇന്ന് മണ്ണാർക്കാട് ജീവിച്ചിരിക്കുന്നു. ആ സമയത്ത് കടന്നു വന്നില്ലേ, ക്രിസ്ത്യൻ പാതിരിയല്ലേ. ശംസുൽ ഉലമയുടെ സുറിയാനി ഭാഷയിലുള്ള ഈ പ്രഭാഷണം കേട്ടിട്ട് ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ശംസുൽ ഉലമയുടെ കൈ പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി. ഇബ്രാഹിം മുണ്ടക്കൻ പാതിരിയായിരുന്നു. ഇബ്രാഹിം എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് മണ്ണാർക്കാട് കരിമ്പയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാരഥന്മാരാണ് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ. ആ വിഷയത്തിലേക്ക് നമ്മൾ അഭിമാനം കൊള്ളണം. മാത്രമല്ല പരിശുദ്ധമാക്കപ്പെട്ട സംഗമമാക്കി സ്വീകരിച്ച് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാഫിഅമായി ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.